നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വാസ്തുവും മറ്റും നോക്കിയാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഭവനം നിർമ്മിക്കുന്നത്. വീടിനുള്ളിലും പല കാര്യങ്ങളിലും നമ്മൾ വാസ്തുവിൻ്റെ ഉപദേശം സ്വീകരിക്കാറുണ്ട്. ഏതൊക്കെ സ്ഥലത്താണ്, ഏതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ വെക്കുമ്പോഴും അത് ഇന്ന സ്ഥലത്ത് വെച്ചാൽ അത് ഉപയോഗപ്രദമാണോ അല്ലെങ്കിൽ ഗുണകരമായ കാര്യങ്ങൾ ഭവനത്തിന് നൽകുമോ എന്ന് ഒക്കെയുള്ള സംശയങ്ങൾ ധാരാളമായി ഇന്നത്തെ തലമുറയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഭവനം വയ്ക്കുമ്പോൾ തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒരു പൂർണ്ണ വിജയത്തോടു കൂടി ആ ഭവനത്തിൽ ജീവിക്കാൻ, സന്തോഷത്തോടുകൂടി ആ ഭവനത്തിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഭവനത്തിലെ അംഗങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ വാസ്തുവിൽ തെറ്റുണ്ടെങ്കിൽ ചില ഭവനങ്ങളിൽ വാസ്തു ശരിയെന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങൾ ചിലതൊക്കെ തെറ്റാറുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് ആദ്യമേ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ആയിരിക്കും ബാധിക്കുന്നത്. സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കുകയാണ് അത് ചെയ്യുന്നത് ആദ്യത്തേതായി. പിന്നെ അതെന്താണ്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഭവനത്തിലുള്ള കുട്ടികളിലൂടെ അവിടെ ചിലപ്പോൾ കുട്ടികൾക്ക് അസുഖം ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ല, ധാരാളം മരുന്ന് കഴിക്കേണ്ട അവസ്ഥ, അത് മുഖേന സാമ്പത്തിക ചിലവ്. അപ്പോൾ സാമ്പത്തിക വരവും കുറയുന്നുണ്ട്. അതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ചിലവും ഉണ്ടാകുന്നതാണ്. അതും വാസ്തു സംബന്ധമായ ദോഷം നിമിത്തം തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാനായി എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നതിന് വീടുകളിലും ഓഫീസിലും നമ്മൾ ഏവരും കുബേര വിഗ്രഹം വയ്ക്കാറുണ്ട്. ഇപ്പോൾ ധാരാളമായി വീടുകളിലൊക്കെ കാണുന്നതാണ് കുബേര വിഗ്രഹം വയ്ക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധി വരെയൊക്കെ തടഞ്ഞ് ഒരു ഭാഗ്യം നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ ഒഴുക്ക് കൂട്ടുവാനൊക്കെ കുബേര വിഗ്രഹം വയ്ക്കുന്നത് നിമിത്തം സാധ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പണപ്പെട്ടിയിലും പേഴ്സിലുമൊക്കെ ചില വസ്തുക്കൾ സൂക്ഷിച്ചാലും ഇങ്ങനെ ഒരു സാമ്പത്തിക പുരോഗതി നമ്മളിലേക്ക് എത്തുന്നതിന് അത് ഒന്നുകൂടി ഭാഗ്യത്തിൽ എത്തുന്നതിന് സഹായകമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നേട്ടം ഉണ്ടാക്കുന്നതിന് നമ്മളാൽ എന്ത് ചെയ്യാൻ സാധ്യമാകും എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റുള്ളവരിലേക്ക് അറിവുകൾ എത്തുന്നതിന് അത് സഹായിക്കും. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇവയിൽ എന്താണ് ചെയ്യേണ്ടത്? സാമ്പത്തിക ഭദ്രത വരുത്താൻ നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കേണ്ടതായ ഒരു വസ്തുവുണ്ട്. അത് എന്താണ് എന്നതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് വെറ്റിലയാണ്. സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ വെറ്റിലയ്ക്ക് സാധ്യമാകുന്നതാണ്. ഹൈന്ദവ സംസ്കാരങ്ങളിൽ വെറ്റിലയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം മംഗളകർമ്മങ്ങൾക്ക് പ്രധാനമായി ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് വെറ്റില. അതിൽ വെറ്റിലയിൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെറ്റില വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സസ്യമാണ്, ഒരു ചെടി കൂടിയാണ്. വെറ്റിലയുടെ അഗ്രഭാഗത്താണ് ലക്ഷ്മിയും, അതായത് അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേപോലെ മധ്യഭാഗത്ത് സരസ്വതിയും, ഉള്ളിൽ വിഷ്ണുവും, അതുപോലെ പുറത്ത് ചന്ദ്രനും, കോണുകളിൽ ബ്രഹ്മാവും ശിവനും കുടിയിരിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ഇത്രയും നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂർത്തികൾ, ദേവി ദേവന്മാർ കുടികൊള്ളുന്ന ഒരു സസ്യമാണ്, ഒരു ചെടിയാണ് വെറ്റില. അപ്പോൾ അതിനപ്പുറം എന്താണ് വേണ്ടത്? അത്രത്തോളം പുണ്യം അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറ്റില നിങ്ങളുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. കാരണം ഇത്രയേറെ ദേവി ദേവന്മാരുടെ കൃപാ കടാക്ഷം അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം ആ ഒരു സസ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചെടിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പണപ്പെട്ടി, നമ്മൾ എവിടെയാണോ പണപ്പെട്ടി സൂക്ഷിക്കുന്നത്, നമ്മുടെ അലമാര, പണം സൂക്ഷിക്കുന്ന അലമാര എവിടെയാണോ സൂക്ഷിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ അതിനകത്ത് ആ പണത്തെ ഒരു സൈഡിലായി വെറ്റില സൂക്ഷിച്ചു വയ്ക്കുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ വർദ്ധിപ്പിക്കുമെന്നാണ് എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ സാമ്പത്തിക സ്ഥിതി ഇത് വർദ്ധിപ്പിക്കാൻ ലക്ഷ്മി ദേവിയുടെ കൃപ നമ്മളിലേക്ക് എത്തുന്നത് മുഖേന നമ്മൾക്ക് എന്തെങ്കിലും സാമ്പത്തിക തടസ്സങ്ങളോ അല്ലെങ്കിൽ സമ്പത്ത് നമ്മളിലേക്ക് വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങളെ ലക്ഷ്മി ദേവിയുടെ ഈ വെറ്റില നമ്മുടെ പണപ്പെട്ടിക്ക് സമീപം വെക്കുന്നത് മുഖേന അതിനെ ദോഷത്തെ മാറ്റി ഐശ്വര്യം, ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തുന്നതിന് സഹായിക്കും. അപ്പോൾ സാമ്പത്തികമായി ഉണ്ടാകുന്ന ഈ പരാധീനതകൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, കടങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ആളുകൾ വലയുന്നുണ്ട്. കാരണം കടങ്ങൾ നമ്മൾ അനാവശ്യമായി എടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ, കുട്ടികളുടെ പഠിത്തം, അല്ലെങ്കിൽ മക്കളുടെ വിവാഹ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആശുപത്രി കേസൊക്കെ വരുമ്പോൾ എടുക്കുന്ന പണമായിരിക്കും, ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നതായിരിക്കും. പക്ഷേ പിന്നീട് അത് അടയ്ക്കാൻ പറ്റുമെന്ന്
എന്നൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഒരു ചിന്തയിലാണ് എടുക്കുന്നത്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പ്രശ്നങ്ങളും ഒക്കെ കാരണം അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരുമ്പോൾ അത് വലിയൊരു തുകയായിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ കടം കൊണ്ട് വലയുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പണപ്പെട്ടിക്ക് സമീപത്തായി ഇതുപോലെ ഒരു വെറ്റില സൂക്ഷിച്ചു നോക്കൂ. ഒരു പരിധിവരെ സാമ്പത്തിക തടസ്സത്തെ നിങ്ങൾക്ക് അതിജീവിക്കുവാനായി സാധിക്കുന്നതാണ്. അപ്പോൾ സമ്പത്ത് വെക്കുന്ന അലമാരിയിൽ മാത്രമല്ല, ഭവനത്തിലും വെറ്റില സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വെറ്റില കൃഷി അല്ലെങ്കിൽ വെറ്റില കൊടി നമ്മൾ പറയാറില്ല, വെറ്റില കൊടിയുണ്ട് നമുക്കെന്ന് പറയാറുണ്ട്. കൊടി എന്ന് പറയുമ്പോൾ വെറ്റില പണ്ടത്തെ കാലത്ത് മുത്തശ്ശന്മാരൊക്കെ വെറ്റക്കൊടി കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. കാരണം അത് വളർത്തി അത് ചന്തയ്ക്ക് കൊണ്ടുപോയി വിറ്റ് ഒക്കെ ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുത്തശ്ശനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് കൃഷിയിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്നത്തെ ഒരു ചുറ്റുപാട്, നമ്മുടെ മണ്ണ് പോലും ചിലപ്പോൾ കാലാവസ്ഥ വരെ വ്യതിയാനങ്ങൾ വന്ന് ചൂട് വരേണ്ട കാലത്ത് മഴ വരും, മഴ വരേണ്ടടുത്തത് ചൂട് വരും, അങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് ചില സസ്യങ്ങളൊക്കെ നട്ടാൽ അത് വളർന്നു വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതും ഒരു കാരണമാകുന്നുണ്ട്. എങ്കിൽ പോലും ഭവനത്തിൽ ഒരു വെറ്റില കൃഷിയൊക്കെ വെറ്റിലയൊക്കെ വളർത്തുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം അത് നമുക്ക് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കാവുന്നതിൽ കൂടാതെ അത് ഭവനത്തിൽ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം എപ്പോഴും നിലനിൽക്കുന്നതിന് കൂടി സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലും ഇതുപോലെ വീട്ടിൽ അലക്ഷ്യമായിട്ടല്ല, നമ്മുടെ കയറി വരുന്ന ഹാളിൽ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് സുരക്ഷിതമായി വെറ്റില സൂക്ഷിക്കാം. അതേപോലെ തന്നെ നമ്മുടെ പണപ്പെട്ടിയിലും അലമാരിയിലും ഒക്കെ വെറ്റില സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇത് ഐശ്വര്യം വരുന്നതിന് തന്നെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് വീട്ടിൽ ധനത്തിനും ധാന്യത്തിനും കുറവ് വരാതിരിക്കാനും നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾക്ക് ലക്ഷ്മി ദേവിയുടെ കൃപ അവിടെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാവുകയും ഒരു ധനത്തിനും ധാന്യത്തിനും ഒരു കുറവ് വരാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനായൊരു സിമ്പിളായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നത്. വെറ്റില കൊണ്ട് തന്നെ നമ്മൾക്ക് വലിയൊരു മാറ്റം വരുത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ സാധ്യമാകുന്നതാണ്. ആ വെറ്റില സൂക്ഷിക്കുന്നിടത്ത് ലക്ഷ്മി ദേവിയുടെ കൃപ ഉണ്ടാകുന്നുണ്ട്. ഇത് ഭാഗ്യം കൊണ്ടുവരുന്ന സഹായിക്കും. കാരണം നമ്മളിലേക്ക് ഭാഗ്യം എത്തിക്കുന്നത് ലക്ഷ്മി ദേവിയാണ്. ഈ വെറ്റിലയിലൂടെ തന്നെ ലക്ഷ്മി ദേവി വരുന്നതിന് ആ വെറ്റില സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെറ്റില കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ ഒരു മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകും. അതുകൊണ്ട് സാമ്പത്തികമായി പരാധീനതകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു പരിധിവരെ പരിഹാരങ്ങൾ, കാരണം നമ്മൾക്ക് കിട്ടേണ്ട തുകകളൊക്കെ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയൊക്കെ ഒന്ന് മാറി ഒരു സമ്പത്ത് നമ്മളിലേക്ക്, അങ്ങനെ നിമിഷ നേരം കൊണ്ട് കോടീശ്വരരാകുമെന്നല്ല, എങ്കിലും ചെറിയ തോതിൽ നമ്മളിലേക്ക് സമ്പത്തുകൾ വരുന്ന സ്രോതസ്സുകൾ നമ്മളിലേക്ക് എത്തുന്നതിന് ഇത് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും തുച്ഛമായ വിലയാണ് ഇപ്പോൾ വെറ്റിലയൊക്കെ കടകളിൽ കിട്ടാറില്ല. എങ്കിൽ പോലും അടുത്തുള്ള മുറുക്കാൻ കടകളിലൊക്കെ ഇന്ന് കിട്ടുകയും ചെയ്യും. വെറ്റില നല്ല സൈഡൊന്നും കീറിയതൊന്നും കൊണ്ടുവരരുത്. എപ്പോഴും വെറ്റില എടുക്കുമ്പോൾ നല്ല വൃത്തിയോട് കൂടിയിരിക്കുന്ന, അതായത് അതിൻ്റെ തുമ്പ് വശങ്ങളൊന്നും മുറിഞ്ഞൊന്നും പോകാത്ത തരത്തിലുള്ള വെറ്റില കൊണ്ടുവന്ന് പണപ്പെട്ടിക്ക് സമീപത്തായി സൂക്ഷിക്കൂ. അതേപോലെ തന്നെ നമ്മുടെ നമ്മൾ പ്രവേശനം കയറി വരുന്ന റൂമുണ്ടല്ലോ, അവിടെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ വൃത്തിയോടും ശുദ്ധിയോടും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ നമ്മൾ മുറുക്കുന്ന ഒരു വസ്തു അല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുപോയി എവിടെയെങ്കിലും അലക്ഷ്യമായിട്ട് വെക്കുകയല്ല വേണ്ടുന്നത്. എപ്പോഴും അത് ശുചിത്വത്തോടും അതിനെ പവിത്രതയോടുകൂടി സൂക്ഷിക്കുകയും ചെയ്താൽ നമ്മളിലേക്ക് സമ്പത്ത് എത്തുന്നതിന് ഒരു പരിധിവരെ അത് സഹായകമായി തന്നെ വർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവർക്കും ഇത് ഗുണകരമായ ഒരു അറിവായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു. നന്ദി.